ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ സഖ്യം. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പുതിയ നീക്കം. NCP അധ്യക്ഷൻ ശരത് പവാറും ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ് എഗെയിൻ, പറയൂ. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾക്കെതിരെ ഇന്ത്യ സഖ്യത്തിലെ വിവിധ പാർട്ടികൾ, ശരത് പവാറിന്റെ NCPയും അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും അടക്കം പാർട്ടികൾ ഇതുവരെയും ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്ന ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു എങ്കിൽ പോലും നിയമപരമായി ഒന്നിച്ച ഒരു പോരാട്ടത്തിന് ഇതുവരെയും ആരംഭം കുറിച്ചിട്ടില്ല. എന്നാൽ അത് സംഭവിക്കുകയാണ്. ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നു. ഇന്നലെ വൈകിട്ട് ഡൽഹിയിൽ NCP അധ്യക്ഷൻ ശരത് പവാറും ഡൽഹി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ ഒപ്പം തന്നെ രാജ്യത്തെ മുതിർന്ന അഭിഭാഷകനും കോൺഗ്രസിന്റെ MPയുമായ അഭിഷേക് സിംഗ്വിയും പങ്കെടുത്തിരുന്നു. നിയമപരമായ നീക്കങ്ങളെക്കുറിച്ച് ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി എന്നാണ് ലഭ്യമാകുന്ന വിവരം. NCP നേതാക്കൾ തന്നെ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ആഴ്ച തന്നെ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജി സമർപ്പിക്കാനാണ് തീരുമാനം. മുൻപ് പല ഹർജികൾ ഈ വിഷയത്തിൽ സമർപ്പിക്കപ്പെട്ടെങ്കിലും സുപ്രീം കോടതി ഇത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇതിന്റെ പ്രത്യേകിച്ച് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ സാഹചര്യങ്ങളെ പൂർണ്ണമായും ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള കൂടിയാലോചനകളാണ് നടന്നിരിക്കുന്നത്. മഹാരാഷ്ട്ര, ഹരിയാന തെരഞ്ഞെടുപ്പുകളിൽ EVM അട്ടിമറി നടന്നു എന്ന ആക്ഷേപം കോൺഗ്രസിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യം സംയുക്തമായി ഇത്തരം ഒരു നിയമ പോരാട്ടം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ അതിനു മുമ്പായി തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന ആവശ്യമാണ് ആം ആദ്മി പാർട്ടിക്ക് ഈ വിഷയത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയാണ് ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കുന്നതും. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.